എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. ഇതുവരെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ results.hsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. പബ്ലിഷ്ഡ് റിസൾട്ട്സ് എന്നുള്ള ഭാഗത്ത് വിദ്യാർത്ഥികൾക്ക് എക്സാം എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. അവിടെ എക്സാം എന്നുള്ള ഭാഗത്ത് VHSC NSQF ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻ 2025 അതുപോലെ തന്നെ HSC ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻസ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് റിസൾട്ട് പ്രസിദ്ധീകരിച്ചതായതുകൊണ്ട് തന്നെ പബ്ലിഷ്ഡ് ഓൺ എന്നുള്ള ഭാഗത്ത് 3 hours ago എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ഡേറ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 3 മണിക്കായിരുന്നു റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ചെക്ക് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വേണം നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാനായിട്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ നിങ്ങളുടെ റിസൾട്ടിൻ്റെ PDF കൂടി ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളത് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ റീവാലുവേഷൻ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു PDF എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം എന്നുള്ളത് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് VHSCയുടെ റിസൾട്ടിൻ്റെ PDF ആണോ വേണ്ടത്, അല്ലെങ്കിൽ HSCയുടെ റിസൾട്ടിൻ്റെ PDF ആണോ വേണ്ടത്, ഏതിൻ്റെ റിസൾട്ടിൻ്റേതാണ് അറിയേണ്ടത്, അത് കൃത്യമായിട്ട് അതിന് നേരെയുള്ള ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുക. VHSCയുടേതാണെങ്കിൽ ഈ ഒരു ഫസ്റ്റത്തെ, അതായത് ഇവിടെയുള്ള ഈ ഒരു ലിങ്കിലും, അതുപോലെ തന്നെ HSC ആണെങ്കിൽ ഈ ഒരു ചെക്ക് റിസൾട്ടിൽ ലിങ്കിലുമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കിപ്പോൾ HSCയുടെ റിസൾട്ടാണ് അറിയേണ്ടതെങ്കിൽ ഞാനിപ്പോൾ അവിടെ HSCയുടെ നേരെയുള്ള ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുന്ന സമയത്ത് HSC ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻസ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു റിസൾട്ടിൻ്റെ PDF ആണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ അത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ടൈപ്പ് ഒന്നും ചെയ്ത് കൊടുക്കേണ്ട. ജസ്റ്റ് അവിടെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് ആ ഒരു മാസം, ഏത് മാസമാണോ നിങ്ങൾ ജനിച്ചത്, അതുപോലെ ഏത് ദിവസമാണ് നിങ്ങൾ ജനിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു ദിവസം മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഒരു ദിവസം ചിലപ്പോൾ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മാസവും ചിലപ്പോൾ ചേഞ്ചൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഏത് ദിവസമാണ് ജനിച്ചത് എന്നുള്ള കാര്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് മാസമാണ്, അതുപോലെ തന്നെ ഏത് വർഷമാണ് നിങ്ങൾ ജനിച്ചത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെറ്റിൽ ക്ലിക്ക് ചെയ്യുക. അത് കൃത്യമായിട്ട് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്, അതായത് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 8 ഡിജിറ്റ് രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ 8 ഡിജിറ്റ് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ കൃത്യമായിട്ടത് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം കാണാം, കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ നടുക്കായിട്ട്, അതായത് ഒരു റിന്യൂ ബട്ടൺ അല്ലെങ്കിൽ റിഫ്രഷ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അത് ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ അത് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നുകൂടി അത് അവിടെ ആ ഒരു റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നതായിരിക്കും. എപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഒരു സമയത്ത് ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, അതായത് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് റിസൾട്ട് കാണണമെങ്കിൽ ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി ഇങ്ങനെ റിസൾട്ടിൻ്റെ PDF മനസ്സിലാക്കാം, അത് PDF കാണാൻ പറ്റുമെന്ന് നോക്കാം. PDF കാണാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ, അതായത് ഈ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഈ ഒരു രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ഇപ്പോൾ കൊടുത്തതുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനുശേഷം പിന്നീട് ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ക്യാപ്ച, അതായത് അവിടെ കുറച്ച് ഇംഗ്ലീഷ് സെഷൻ കാണാം, അതിനാണ് ക്യാപ്ച എന്ന് പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് റിന്യൂ ചെയ്യുക. അതിനുശേഷം റിന്യൂ ചെയ്തിട്ട് വന്നിട്ടുള്ള ആ ഒരു ക്യാപ്ച ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ആ ഒരു ഇംഗ്ലീഷ് അക്ഷരങ്ങൾ, അതിനാണ് ക്യാപ്ച എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യരുത്, കാരണം നിങ്ങൾക്ക് PDF ആണ് വേണ്ടത്. അപ്പോൾ ചെക്ക് റിസൾട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാതെ ഏറ്റവും താഴോട്ട് വന്നിട്ട് ഇവിടെ ഡൗൺലോഡ് PDF എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് PDF എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ രജിസ്റ്റർ നമ്പർ കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ മുകളിലോട്ട് പോയിട്ട് ആ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ ആ ഒരു സ്ക്രീനിൽ കാണുന്ന, അതായത് ആ ഒരു സമയം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ക്യാപ്ച, അതായത് ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം കൂടി കൊടുത്ത് ഡൗൺലോഡ് PDF ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾക്ക് PDF, അതായത് നിങ്ങളുടെ റിസൾട്ടിൻ്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു PDF എന്ന് പറയുമ്പോൾ ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള PDF ആണ്. അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു PDF ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്.
പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ പ്ലസ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ്. അത് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് അത് ടൈപ്പ് ചെയ്യേണ്ടത്. അതായത് ആദ്യം ഡേ എന്ന് പറയുമ്പോൾ അതായത് 2 അക്കത്തിലാണ് എഴുതേണ്ടത്. അതായത് നിങ്ങളിപ്പോൾ 3-ാം തീയതിയാണ് ജനിച്ചതെങ്കിൽ 03 വേണ്ടത്. അതുപോലെ ജനുവരി ആണെങ്കിൽ നിങ്ങൾ 1-ാം മാസമാണ്, എന്നാൽ 1 എന്നല്ല എഴുതേണ്ടത്, 0 എന്ന് പറഞ്ഞുകൊണ്ട് 2 അക്കമാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ 1 2 3 4 5 6 7 എന്നാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 01/01/2000 എന്നാണെങ്കിൽ ഇവിടെ ആ ഒരു ഇടയ്ക്ക് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അവിടെ ഡേ മന്ത് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആ ഒരു ജസ്റ്റ് ഒരു സ്ലാഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്ലാഷും അതുപോലെ കൊമ്മയൊന്നും കൊടുക്കേണ്ടതില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് പാസ്വേഡ് നൽകാനായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നീട് ഡേ മന്ത് ഇയർ ആ ഒരു ഫോർമാറ്റിൽ വരുന്ന നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അത് ആ ഒരു പാസ്വേഡ് ചോദിക്കുന്ന സമയത്ത് ആ ഒരു രീതിയിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആദ്യം രജിസ്റ്റർ നമ്പർ പിന്നീട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ആദ്യം ഡേ പിന്നീട് മന്ത് പിന്നീട് ഈ ഒരു വരുന്ന ഫോർമാറ്റിൽ കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് അത് PDF നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു PDF ഒരു പ്രിൻ്റ് എടുക്കുക. നിങ്ങൾക്ക് വല്ല റീവാലുവേഷനോ മറ്റോ അപേക്ഷിക്കണമെങ്കിൽ ഈ ഒരു PDF അതായത് ഈ ഒരു റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് സ്കൂൾ വൈസ് റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമോ എന്നുള്ളത്. അതായത് സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് സ്കൂൾ വൈസ് റിസൾട്ട് നിങ്ങൾക്ക് ഇത്തവണ അറിയാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ ഈ വർഷം മുതൽ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ഓപ്ഷൻസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് പുതിയ വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റിൽ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും ലഭ്യമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വർഷത്തെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കില്ല. സ്കൂൾ വൈസ് റിസൾട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ സ്കൂളിൽ ചോദിച്ചാൽ മതി. കാരണം സ്കൂളിൽ മാത്രമാണ്, അതായത് സ്കൂളുകൾക്ക് മാത്രമാണ്, അതായത് സ്കൂളുകൾക്ക് ഒരു ലോഗിൻ ID ഉണ്ടാകും. അപ്പോൾ ആ ഒരു ലോഗിൻ വെച്ച് ആ സ്കൂളിൽ നിന്ന് നോക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ സ്കൂളിൽ നിന്നും അധ്യാപകർക്ക് മാത്രമാണ് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാതെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കത്തില്ല. ഈ വർഷം മുതൽ +2 റിസൾട്ടും ഈ ഒരു രീതിയിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ഓപ്ഷൻസ് ഈ ഒരു +2 റിസൾട്ടിലും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് മാത്രമേ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ സ്കൂൾ വൈസ് റിസൾട്ട് ഇത്തവണ അറിയാനുള്ള ഓപ്ഷൻസ് നിലവിൽ വെബ്സൈറ്റിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂൾ വൈസ് റിസൾട്ട് ആരും ചോദിക്കേണ്ടതില്ല, കാരണം റിസൾട്ട് കിട്ടത്തില്ല. അതുപോലെ തന്നെ സ്കൂൾ വൈസ് റിസൾട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ചോദിച്ചാൽ മതി. കാരണം സ്കൂളുകൾക്ക് മാത്രമാണ് സ്കൂൾ വൈസ് റിസൾട്ട് ആക്സസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നിലവിൽ ഈ വർഷം മുതൽ ലഭ്യമാക്കിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.